ഒരുപാട് വലിയ ഡെക്കറേഷനൊന്നും വേണ്ട. അഖിൽ കോട്ടാത്തറ, അതാണ് അഖിൽ മാരാർ എന്നുള്ളത്. ഞാൻ എൻ്റെ വിമൽകുമാർ എന്ന് വിളിക്കുന്ന പറഞ്ഞ പോലെ അവനിട്ട പേരാണ്. ഇവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏനാണ് താരത്തിലെ രാജപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സാധനമാണ്. അഖിൽ മാരാർ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് രാഷ്ട്രീയം വിട്ടതെന്നുള്ളത് വേറെ ചോദ്യം. അഖിൽ കോട്ടാത്തറ ഒക്കെ MLA ആകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നില്ല. ആകാശത്തിനും ഭൂമിക്കും ഇനി അതിന് താഴെ പാതാളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്പേസിനെ കുറിച്ചോ എന്തിനെക്കുറിച്ചോ അഭിപ്രായം പറയും പുള്ളി. അതിന് യാതൊരു കുറവുമില്ല. ഉളുപ്പെന്ന് പറയുന്ന സാധനം ഏഴായിരമൊക്കത്തൂടെ പോയിട്ടില്ല. ഒരു അഖില കേരള ഉപദേശി പുരസ്കാരം അദ്ദേഹത്തിന് നൽകണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. MLA ആയെന്ന് കൂട്ടിയിട്ട് നാട്ടിലെന്തെങ്കിലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം അല്ലെങ്കിൽ റോഡ് ഉദ്ഘാടനം MLA വിളിച്ചാൽ അതെൻ്റെ മാനേജരോട് പറ, ഇത്ര രൂപയാണ് ഫീസ്, മാനേജറുമായിട്ട് സംസാരിക്കാൻ പറയും. ഇവനിങ്ങനത്തെ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാനും ചെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ പോയിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. സംഘവിരുദ്ധ രാഷ്ട്രീയം തന്നെയായിരുന്നു പറയുക. BJPക്കെതിരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പള്ളു പറയുകയും പോസ്റ്റ് വിടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുമെന്ന് കരുതിയത്. രാജൻ ഭായി നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, അഖിൽ മാരാർ ഒടുവിൽ ഒരു പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു. അത് 2020 പാർട്ടിയാണ്. 2020 പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് NDA സ്ഥാനാർത്ഥിയായിട്ട് അഖിൽ മാരാർ കൊല്ലത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കൊല്ലത്തല്ലെങ്കിൽ കൊട്ടാരക്കര, ഈ അഖിൽ മാരുടെ നിലപാടിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരുപാട് വലിയ ഡെക്കറേഷനൊന്നും വേണ്ട. അഖിൽ കോട്ടാത്തറ, അതാണ് അഖിൽ മാരാർ എന്നുള്ളത്. ഞാൻ എൻ്റെ വിമൽകുമാർ എന്ന് വിളിക്കുന്ന പറഞ്ഞ പോലെ അവനിട്ട പേരാണ്. ഈ അഖിൽ ചാനൽ ചർച്ചയിൽ കൂടിയൊക്കെ കടന്നു വരുന്നത്. ആ സമയത്ത് സംഘവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ട് സംസാരിച്ച ആളാണ് അഖിൽ കോട്ടാത്തറ. അഖിൽ കോട്ടാത്തറ പിന്നീട് പറഞ്ഞു, ഞാൻ ബിഗ് ബോസിൽ പോകത്തില്ല, എനിക്ക് എത്ര കോടി തരാമെന്ന് പറഞ്ഞാലും ഞാൻ പോകത്തില്ല. വിളിച്ചപ്പം എന്നാ പറഞ്ഞാൽ ബിസ്ക്കറ്റ് കാണിച്ച് വിളിച്ചപ്പോൾ കണ്ടോ പട്ടി പോകുന്ന പോലെ പുറകെ പോയി വിൻ ചെയ്യുകയും ചെയ്തു. ഇവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏനാണ് താരത്തിലെ രാജപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സാധനമാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഐഷ പോറ്റി ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം ചോദിച്ചു മുഖ്യമന്ത്രിയുടെ അടുത്ത്. അപ്പോൾ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, ഒരു പോറ്റിയുണ്ട്, അപ്പോൾ 2 പോറ്റി വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് CPM വിട്ടതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അഖിൽ മാരാർ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് രാഷ്ട്രീയം വിട്ടതെന്നുള്ളത് വേറെ ചോദ്യം. 3 തവണ MLA ആയ ഒരാളാണ് ഐഷ പോറ്റി. ഒരു തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ട, സ്വന്തം നാട്ടിൽ പരാജയപ്പെട്ട ആളാണ് അഖിൽ കോട്ടാത്തറ. അഖിൽ കോട്ടാത്തറ ഒക്കെ MLA ആകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആകാശത്തിനും ഭൂമിക്കും ഇനി അതിന് താഴെ പാതാളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്പേസിനെ കുറിച്ചോ എന്തിനെക്കുറിച്ചോ അഭിപ്രായം പറയും പുള്ളി. അതിന് യാതൊരു കുറവുമില്ല. മെട്രോമാൻ ശ്രീധരന് വേണമെങ്കിൽ എങ്ങനെ ട്രെയിൻ ലൈൻ ഉണ്ടാക്കണം, അതിൻ്റെ അലൈൻമെൻറ്റ് എന്തായിരിക്കണം എന്നുള്ള വിഷയത്തിൽ ക്ലാസ് എടുത്ത് കൊടുക്കും. പുള്ളിയോട് ഡിബേറ്റ് നടത്തും. അതേപോലെ തന്നെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബജറ്റിൻ്റെതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് നിർമ്മലാ സീതാരാമനോട് പുള്ളി അഡ്വൈസ് ചെയ്യും. അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള, ഇപ്പോൾ കസ്തൂരി രംഗനും ഇവരൊക്കെ മരിച്ചു പോയത് നന്നായി, ഡോക്ടർ സ്വാമിനാഥനും ഒക്കെ അമുൽ കുര്യനും ഒക്കെ മരിച്ചു പോയത് നന്നായി. ഇല്ലെങ്കിൽ എങ്ങനെ ധവള വിപ്ലവം ഉണ്ടാക്കാം, കസ്തൂരി രംഗൻ റിപ്പോർട്ട് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, കേരളത്തിൻ്റെ പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്ന, വെറുതെ കാണുന്നിടത്തെല്ലാം കയറി തർക്കിക്കുന്ന ഒരു അനാവശ്യമായി തർക്കങ്ങളിലേക്ക് പോകുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ പുള്ളിയെ വേണമെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലിന് ആണെങ്കിൽ പുള്ളി ഉപദേശം കൊടുക്കും. ഇങ്ങനെയല്ല ഇന്ത്യയുടെ കരസേനയും നാവികസേനയും വ്യോമസേനയും ഒന്നും പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പറയും. അതായത് എന്തിനും ഒരു ഉളുപ്പുമില്ല. ഉളുപ്പെന്ന് പറയുന്ന സാധനം ഏഴായിരമൊക്കത്തൂടെ പോയിട്ടില്ല. ഒരു അഖില കേരള ഉപദേശി പുരസ്കാരം അദ്ദേഹത്തിന് നൽകണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. പിന്നെ പുള്ളി അങ്ങനെ നിയമസഭയിൽ എത്തിയുള്ള അവസ്ഥ ആലോചിക്കുക. അഥവാ കഷ്ടകാലത്തിന്, ജനങ്ങളുടെ കഷ്ടകാലത്തിന്, പുള്ളിയുടെ നല്ല കാലത്തിന്, ജനങ്ങളുടെ കഷ്ടകാലത്തിന് പുള്ളി ജയിച്ചു കഴിഞ്ഞാൽ പുള്ളി ആദ്യം പറയും, സാംസ്കാരിക വകുപ്പ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഔദ്യോഗികമായി എല്ലാ വർഷവും ബിഗ് ബോസ് നടത്തണം എന്ന് പറയും. ചിലപ്പോൾ ആദ്യം കൊണ്ടുവരുന്ന അമെൻമെൻ്റ് അതായിരിക്കും, ഒരു നിയമം കൊണ്ടുവരുന്നത്. പിന്നെ ഇവർ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഐഷ പോറ്റിയെയും ഒക്കെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പം ഈ അഖിൽ മാരാർ എന്നാണല്ലോ പേര്. ഇവിടെ KG മാരാർ ഉണ്ടായിരുന്നു, ഇവിടെ പിന്നെ പെരുവനംകുട്ടൻ മാരാർ. KG മാരാർ BJPയുടെ നേതാവായിരുന്നു. പക്ഷേ BJPയുടെ നേതാവുള്ളതിനപ്പുറത്ത് പിന്നെ CPM-നകത്ത് EMS-നോ ഒക്കെ ഉള്ളതുപോലെ തന്നെ സർവാദരണീയനായ ഒരു വ്യക്തിയായിരുന്നു. പെരുവനംകുട്ടൻ മാരാർ അറിയപ്പെടുന്ന ചെണ്ട കലാകാരനായിരുന്നു, പത്മശ്രീ കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവരെല്ലാം പേരിൻ്റെ കൂട്ടത്തിൽ മാരാറുണ്ട്. അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ പേരിൻ്റെ കൂട്ടത്തിലുള്ള മാരാറ ഒരു വെട്ടിക്കളഞ്ഞേനെ. കാരണം ഈ മാരാറെ കണ്ടിട്ട് കൊട്ടാരക്കര അല്ലെങ്കിൽ കൊല്ലം സീറ്റ് കിട്ടത്തില്ല എന്ന് കണ്ടപ്പം പെട്ടെന്ന് BJPക്ക് അനുകൂലം
2020 എന്തുകൊണ്ട് BJP-യിലേക്ക് പോയി NDA ചേർന്നു? അത് എനിക്ക് എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയാമല്ലോ. അത് എൻ്റെ പാർട്ടിയുടെ അഭിപ്രായമല്ലോ, BJP-യുടെ അഭിപ്രായം അവരല്ലേ പറയണ്ടേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒഴിവാകാമല്ലോ 2020 നിന്ന് കഴിഞ്ഞാൽ. BJP-ക്കെതിരെ വിമർശനം വന്നു കഴിഞ്ഞാൽ, അതായത് മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിലും അവരുടെ പാർട്ടിയുടെ ആൾക്കാരല്ലേ മറുപടി പറയേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാമല്ലോ എന്നുള്ളതാണ് പറയുന്നത്. വേറൊന്ന്, എനിക്ക് ജീവിക്കാൻ മാസം ഇത്ര ലക്ഷങ്ങൾ വേണം. ഇവൻ എങ്ങനെ ജീവിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പച്ചവെള്ളം പോലെ നിൽക്കുന്നതാണ്. എനിക്ക് ഇത്ര ലക്ഷം വേണം, ഞാൻ ഇന്ന മോഡൽ കാറ് മേടിച്ചു, പിന്നെ മോഡലിൽ ബൈക്ക് മേടിച്ചു, പിന്നെ ഇതിൻ്റെ റീൽസ് ഇട്ട് കളിക്കുന്നു, പിന്നെ ഇതിന് ഇത്ര EMI ഒരു മാസം വരുന്നുണ്ട്. പിള്ളേരെ മര്യാദയ്ക്ക് നല്ല കോഴ്സിന് വിട്ട് പഠിപ്പിക്കാൻ കഴിവില്ലാത്ത മനുഷ്യരുടെ മുമ്പിലാണ് ഈ കാട്ടിക്കൂട്ടൽ കാണിക്കുന്നത് എന്നുള്ളതും കൂടി ചിന്തിക്കണം. അതും അടിത്തട്ടിൽ നിന്ന് വന്ന ഒരുത്തൻ. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച് വീണ പല ആളുകൾക്കും ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ അംബാനിയുടെ മോനോടോ അല്ലെങ്കിൽ ദുൽഖർ സൽമാനോടോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവർ ജീവിതത്തിൽ പട്ടിണി അറിഞ്ഞ് കാണത്തില്ല. ഇപ്പോൾ ഏതെങ്കിലും സൈറ്റിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഏതെങ്കിലും പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പട്ടിണി അറിഞ്ഞിട്ടുള്ളതല്ലാതെ അത് തന്നെ അറിയാതിരിക്കാനുള്ള വേറുള്ള സംഭവങ്ങൾ അവർക്ക് നൽകും. ഇത് ഇങ്ങനെയുള്ള ഒരുത്തൻ, അടിത്തട്ടിൽ നിന്ന് വന്ന ഒരുത്തൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ കാട്ടിക്കൂട്ടിൽ കാണിക്കുന്ന ഈ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുന്നുള്ള ചൊല്ലുണ്ടായി തന്നെ ഇവനെ വെച്ചിട്ട് വേണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു. പൊതുവിൽ ഇനിയിപ്പോൾ ഒരു MLA ആയെന്ന് കൂട്ടിക്കോ, MLA ആയെന്ന് കൂട്ടിയിട്ട് നാട്ടിലെന്തെങ്കിലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം അല്ലെങ്കിൽ റോഡ് ഉദ്ഘാടനം MLA വിളിച്ചാൽ അതെൻ്റെ മാനേജറോട് പറ, ഇത്ര രൂപയാണ് ഫീസ്, മാനേജറുമായിട്ട് സംസാരിക്കാൻ പറയും. ഇവനിങ്ങനത്തെ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാനും ചെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ പോയിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം മാനേജറാണല്ലോ ഡീൽ ചെയ്യുന്നത്. പൈസ മേടിച്ചിട്ടുള്ളല്ലോ എവിടെയും പോയിട്ടുള്ളൂ, പൈസ മേടിക്കാതെ എവിടെയും പോയിട്ടില്ലല്ലോ. അപ്പോൾ നാട്ടിലെ എന്തെങ്കിലും പൊതുപരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പൈസ മേടിച്ച് പോകുന്ന രീതിയിലേക്ക് എത്തും. പിന്നെ സർക്കാരിനൊരു ഗുണമുണ്ട്, സ്റ്റാഫിനെ ഒന്നും വിട്ടുകൊടുക്കേണ്ടി വരത്തില്ല. കാരണം ഇവൻ തന്നെ സ്വന്തം മാനേജറെ വെച്ചോളും. അതേപോലെ തന്നെ ഗൺമാനെ വിട്ടുകൊടുക്കേണ്ട ചിലവ് വരത്തില്ല. കാരണം ഇവൻ ബൗൺസേഴ്സിനെയും കൊണ്ടേ നടക്കത്തുള്ളൂ. കേരള പോലീസിലെ ഗൺമാന്മാരെ ഒന്നും വേണ്ടി വരത്തില്ല. അപ്പം എന്തായിരുന്നാലും അഖിൽ മാരാർ ഒരു നിലപാടില്ലാത്ത മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെടുത്തി. വാചകം വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സത്യസന്ധത ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും കാലം ഇത്ര വലിയ സംഘവിരുദ്ധ രാഷ്ട്രീയം തന്നെയായിരുന്നു പറയുക. BJP-ക്കെതിരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പള്ളു പറയുകയും പോസ്റ്റ് വിടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുമെന്ന് കരുതിയത്. എന്നിട്ട് ഇപ്പോൾ പറയുക, എന്നെ പല നേതാക്കന്മാരും വിളിച്ചു, ഞാൻ ബടായി പറഞ്ഞതല്ല, എന്നെ പിന്നെ വിളിച്ചതൊക്കെ റെക്കോർഡുണ്ട്, പിന്നെ എന്നെ വാട്സപ്പിൽ വിളിച്ചതുണ്ട്, നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാനത് കേൾപ്പിച്ച് തരാം. അല്ല, അതിൽ നിന്ന് തന്നെ അഖിൽമാരുടെ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ. നിങ്ങൾ ആരെയും വരികയാണെങ്കിൽ ഞാൻ കേൾപ്പിച്ച് തരാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്തത് വേറെ ആളെ കേൾപ്പിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അഖിൽ മാരാർ എന്ന് പറയുന്നത് ഒരു ഊതി വീർപ്പിച്ച ബലൂണിനപ്പുറം ഒന്നുമല്ലായിരുന്നു എന്ന് പിന്നെ ബിഗ് ബോസ് ഫാൻസ് ആയിട്ടുള്ള സാധാരണ മലയാളികളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇവരുടെ യഥാർത്ഥ ജീവിതം അറിയുന്നില്ല. അവരെ കണ്ടങ്ങ് ആരാധിച്ച് അവരെ ഉദ്ഘാടനത്തിന് വിളിച്ച് ലക്ഷങ്ങൾ മുടക്കുന്നു, എന്നിട്ട് അവിടെ പോയിട്ട് ആർപ്പ് വിളിക്കുന്നു, ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്ന് വരെ ഒരു ബിഗ് ബോസ് സീസണും മര്യാദയ്ക്ക് കണ്ടിട്ടുമില്ല, ഇന്ന് വരെ വോട്ട് ചെയ്യാൻ പോയിട്ടുമില്ല. അതിലെനിക്ക് അഭിമാനബോധമുണ്ട്.